ഉത്തർപ്രദേശിൽ നിയമസഭാ കാർപ്പറ്റിൽ ഗുഡ്ക ചവച്ചു തുപ്പിയ എംഎൽഎക്ക് പിഴ ഈടാക്കി സ്പീക്കർ സതീഷ് മഹാന. കാർപ്പറ്റ് വൃത്തിയാക്കാനുള്ള ചെലവ് എംഎൽഎയിൽ നിന്ന് ഈടാക്കുമെന്നും സ്പീക്കർ വ്യക്തമാക്കി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഒരു ജനപ്രതിനിധിയാണ് ഇത്തരത്തിലൊക്കെ ചെയ്യുന്നത്. മാതൃകാപരമായ ശിക്ഷാ നടപടിയുമാണ്. വിവരങ്ങൾ. അനുജ, തീർച്ചയായും ഉത്തർപ്രദേശ് നിയമസഭയുടെ ബജറ്റ് സമ്മേളനം പുരോഗമിക്കുകയാണ്. ഇന്ന് ഈ സമ്മേളനം സമാപിക്കും. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. നിയമസഭാ കാർപ്പറ്റിൽ ചവച്ചു തുപ്പിയതായി ശ്രദ്ധയിൽപ്പെട്ടു. ഇതിനെ തുടർന്ന് സ്പീക്കർ തന്നെ നിയമസഭയിൽ ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. സ്പീക്കർ സതീഷ് മഹാന വ്യക്തമാക്കിയത് ഇത്തരത്തിലുള്ള പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ കാർപ്പറ്റിലും ചില എംഎൽഎമാർ തങ്ങളുടെ സീറ്റിന് താഴെയും ഗുഡ്ക ചവച്ചു തുപ്പുന്നതായി കണ്ടിരിക്കുന്നു. അത്തരത്തിൽ നിയമസഭയിലേക്ക് കടക്കുന്ന വാതിലിന് സമീപവും ഇത്തരത്തിൽ തുപ്പിവെച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നും അത് ആരാണ് ചെയ്തത് എങ്കിൽ അയാൾ സ്വയം ഏറ്റുപറയണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. ആരുടെയും പേരെടുത്തു പറഞ്ഞ് അപമാനിക്കാൻ താനില്ല എന്നും സ്പീക്കർ വ്യക്തമാക്കി. തുടർന്നാണ് സ്പീക്കറുടെ നേതൃത്വത്തിൽ ഈ കവാടത്തിന് സമീപമുള്ള കാർപ്പറ്റിൽ ഗുഡ്ക ചവച്ചു തുപ്പിയത് വൃത്തിയാക്കിയത്. തുടർന്ന് ഈ വൃത്തിയാക്കാനുള്ള തുക ഇത് ചെയ്ത വ്യക്തിയിൽ നിന്ന്, അതായത് അംഗത്തിൽ നിന്നും ഈടാക്കുമെന്നും സ്പീക്കർ അറിയിക്കുകയായിരുന്നു. CCTV ക്യാമറ പരിശോധിച്ച് ഇത് ആരാണ് ചെയ്തത് എന്ന് താൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നും എന്നാൽ പേര് വെളിപ്പെടുത്തി ഈ അംഗത്തെ അപമാനിക്കാനില്ല എന്നുമാണ് സ്പീക്കർ സതീഷ് മഹാന വ്യക്തമാക്കിയത്. അനുജ. ശരി, നിയമസഭയുടെ കാർപ്പറ്റിൽ ഗുഡ്ക ചവച്ചു തുപ്പിയ ജനപ്രതിനിധിക്ക് സ്പീക്കറുടെ ശിക്ഷ.